ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഗേൾസ് ഒള്ളി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രായം കൂടിയവരും കുറഞ്ഞവരുമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ, അതായത് എൻ്റെ ഉമ്മ, അതേപോലെ എൻ്റെ അമ്മായിയമ്മ, എൻ്റെ ഇത്താൻ്റെ മക്കള്, നാത്തൂൻ. അപ്പോൾ അതിനകത്ത് ഭൂരിഭാഗം പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെൺ ആളുകൾ ആണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ മൂന്ന് ആൺകുട്ടികൾ, അതായത് ഇത്താത്താൻ്റെ 3 ആൺമക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെൺകുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രായം കൂടുന്തോറും നമ്മൾ ചെറുപ്പക്കാരികളാവും എന്നാണല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ലുലുവിൽ പോകാമെന്ന് കരുതി. നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഉച്ചയ്ക്ക് ഉമ്മച്ചിയും ഇത്താത്തയും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട്, വൈനോട്ട് നിങ്ങൾക്കും കൂടി ഇതിനകത്ത് പങ്ക് ചേർന്നുകൂടാന്ന് എൻ്റെ അടുത്തും എൻ്റെ അമ്മായിമ്മയുടെ അടുത്തും വിളിച്ച് ചോദിച്ചു കേട്ടോ. അങ്ങനെ ഇക്കാകാനെ സോപ്പിട്ടിട്ട് നേരെ ഞങ്ങൾ ബസ് കയറിയിട്ട് വന്നു. ഇക്കാക്ക് എന്തായാലും കൊണ്ടുവിടാൻ പറ്റൂല, ആൾക്ക് ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു അവസരം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരെ ബസ്സൊക്കെ കയറിയിട്ട് എറണാകുളത്തേക്ക് നേരിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുമായിരുന്നു കേട്ടോ. ഓൾറെഡി അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മച്ചി, നാത്തൂൻ എല്ലാവരും അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ടു. കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കിനും രണ്ടുപേരുടെ സ്നേഹപ്രകടനങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പാത്തുവിനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞായിക്ക് പിന്നെ വേറെ ആരും വേണ്ട. കുഞ്ഞായി എന്ന് പറയുമ്പോൾ ഇത്താത്താൻ്റെ രണ്ടാമത്തവനാണ് കേട്ടോ. ആളും ഇവളും സെയിം ഏജ് ആയതുകൊണ്ട്, അതായത് 1 വയസ്സിൻ്റെയോ 2 വയസ്സിൻ്റെ അങ്ങോട്ട് വ്യത്യാസമുള്ളൂ. അത് കാരണം രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ടാണ്. അടിയും വഴക്കും എന്നാൽ നല്ല സ്നേഹമൊക്കെ ആയിട്ടങ്ങ് പോയിക്കോളും. അപ്പം നമ്മൾ ലുലുവിൽ വന്നിട്ട് നേരെ ഫൺ ടൂറെ കൊണ്ടുപോയി. ആദ്യം അവിടെ കയറാതെ ഈ മക്കളെ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? കാരണം അവിടെ കയറണം, അവന്മാർക്ക് തന്നെ ഓൾറെഡി അങ്ങോട്ട് പോകണം എന്നുണ്ട്. പിന്നെ നമ്മളായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്മാർ സമ്മതിക്കില്ല. അത് കാരണം നേരെ പോയിട്ട് ഫൺ ടൂറെ കയറി കുറച്ച് നേരം അവിടെ പിള്ളേരെയൊക്കെ ഒന്ന് കളിപ്പിച്ച് അധികം നേരം അവിടെ പോയിട്ടു. അപ്പോഴത്തേക്കിനും വയറ് കിടന്ന് കരയാൻ തുടങ്ങി. കാരണം അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്മാരെല്ലാം കേട്ടിക്കഴിഞ്ഞാൽ 4 മണിയായി നമ്മളിപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ. അതുവരെ പച്ചവെള്ളം കുടിച്ചിട്ടുമില്ല. വീട്ടിൽ നിന്ന് ഇത് കേട്ട ഉടനെ ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഹൈപ്പറിൽ വന്നു. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ അഫോർഡബിളൊക്കെ ആയിട്ട് നമുക്ക് മേടിച്ച് കഴിക്കാമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി കഴിക്കാമല്ലോ. അപ്പോൾ കോംബോ ആയിട്ട് ഇതേപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വരുമ്പോഴത്തേക്കിനും കോംബോ ഉള്ളതും പിന്നെ നമുക്ക് ഈ ലുലുവിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കിനായിട്ട് എല്ലാം കാണുന്നത് പോലെ ആയിരിക്കില്ല. നമ്മൾ പരിധി എടുക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. പക്ഷെ നമുക്ക് നല്ല ക്ഷമ വേണം. ക്ഷമയുള്ളവർക്കേ അവിടെ പോലും നടക്കുള്ളൂ. അപ്പോൾ ചെന്ന് നമ്മൾ ഒരു ബീഫിൻ്റെ ലസാഗ്ന മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രം സ്റ്റിക്ക് ഉണ്ടല്ലോ, ഹണി ഗ്ലേസിൻ്റെ, അത് മേടിച്ചു. പിന്നെന്താ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അത് മേടിച്ചു. പിന്നെ ഫിഷ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാം 250 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും പല പല ഡിഷസ് കിട്ടുന്ന വിധത്തിൽ ഹൈപ്പറിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം അങ്ങനെ മേടിച്ചു കേട്ടോ. അതായത് ഇപ്പം നമുക്കിപ്പോൾ തൽക്കാലം തിന്നാനുള്ളത് നമുക്ക് വിശപ്പ് കുറേ കേട്ട് കഴിയുമ്പോഴത്തേനും ഗ്യാസ് ആവും എന്ന് പറയുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അപ്പം തന്നെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു മീലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കഴിക്കുമ്പോൾ 4 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ലുലുവിൽ വന്നാൽ ഞാൻ എടുക്കുന്നൊരു സംഭവം, എനിക്ക് ഈ ഒരു മിക്സ് യുവർ ഓൺ സാലഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സാലഡ് നമ്മുടെ രീതിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ വന്നാലും മിക്കപ്പോഴും നമ്മുടെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു സാലഡ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് സാധനങ്ങൾ. അപ്പോൾ ചിക്പി, അതേപോലെ തന്നെ ക്യാരറ്റ്, ഷ്രെഡ് ചെയ്ത ക്യാരറ്റ്, ലെറ്റ്യൂസ്, പിന്നെ ആപ്പിള്, ആപ്പിളൊക്കെ കൂടി ഇട്ടത് മിക്സ് ചെയ്തിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സാലഡ് ബോക്സ് 250 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മണം പിടിച്ച് വന്ന് നിന്നത് ഇതവിടെയാണ്, അച്ചാർ സെക്ഷൻ. അത് ആക്ച്വലി നമ്മൾ ചെന്നതല്ല, നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. കാരണം നല്ല മണമായിരുന്നു കേട്ടോ. അവിടെ ഒരു നാരങ്ങയുടെ അച്ചാറിൻ്റെ ഒരു നല്ല മണം ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ മേളിൽ നമ്മുടെ ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ, അവിടെ വന്ന് ഞങ്ങൾ ഒരു പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വയററിച്ചു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഈ രാവിലെ ഇറങ്ങി പുറപ്പെട്ടത് കാരണവും പിന്നെ അതേപോലെ ബസ്സിൽ നല്ല വെയിലത്തൊക്കെ ആയി വന്ന കാരണം എൻ്റെ മൈഗ്രെയിൻ നല്ല രീതിക്ക് ട്രിഗേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം എനിക്ക് മൈഗ്രെയിൻ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ അന്ന് വന്ന മൈഗ്രെയിൻ, അയ്യോ നല്ല വെയിലായിരുന്നു. നല്ല വെയിൽ അത് മൊത്തം എൻ്റെ തലയിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിലിരുന്ന ആ
ഒരു ഓൺ ദ വേയിൽ. അപ്പോൾ നല്ല രീതിക്ക് മൈഗ്രെയിൻ അങ്ങ് ഹിറ്റായി. നല്ല രസമുണ്ടായിരുന്നു, നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ നിൽക്കാനേ പറ്റുന്നുണ്ടായില്ല. പിന്നെ ലുലുവിൽ എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് മക്ഡൊണാൾഡ്സിൻ്റെ മറ്റേ നമ്മുടെ ചെറിയ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബിഗ് ഫാനാട്ടോ എനിക്ക്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. വേറെ ഫ്ലേവേർഡ് ഒന്നും എനിക്കിഷ്ടമല്ല, പക്ഷേ എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് മേടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കറങ്ങി തിരിച്ച് വീണ്ടും ഹൈപ്പറിലേക്ക് തന്നെ വന്നു കേട്ടോ. അവിടെ വന്നതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഇത്താത്താക്ക് വീട്ടിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ക്രിസ്മസിൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷൻസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ട് ഉള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിന് മേടിച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ച ഒരു 2-3 പാവയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീനിൻ്റെ സെക്ഷനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മീൻ നമ്മൾ മേടിക്കാനല്ല, പക്ഷെ അത് കാണണം. ഓൾറെഡി ഞങ്ങൾക്കൊക്കെ മീനിനോട് ഭയങ്കര താല്പര്യമായതുകൊണ്ട് ലുലുവിൽ വന്നു കഴിഞ്ഞാൽ മീനിൻ്റെ ആ ഒരു സെക്ഷനിൽ എന്തായാലും കയറാതിരിക്കൂല കേട്ടോ. അപ്പോൾ കുറേ മീനൊക്കെ കണ്ടു. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ വരിക, എടുക്കുക, വറുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ കട്ട് ചെയ്തിട്ട് ഈ നമ്മുടെ കരിനന്ദൻ, ഞങ്ങളവിടെ കരിനന്ദൻ എന്നാണ് കേട്ടോ പറയുന്നത്, അതൊക്കെ വെട്ടി വെച്ചേക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് അവിടെ ആയിരുന്നു, അടുത്തായിരുന്നു വീടെങ്കിലും ആഗ്രഹിച്ചു പോയി. കാരണം അതൊക്കെ മെനക്കേട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വന്ന് വെട്ടിയത് മേടിച്ചിട്ട് പോകാമെന്നല്ലേ ഉള്ളൂ. പിന്നെ മനസ്സിൽ ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ടും എൻ്റെ കൺട്രോൾ പോയൊരു സ്ഥലമാണ് ദേ ഒരു പേസ്ട്രി സെക്ഷൻ കേട്ടോ. പക്ഷെ മേടിച്ചില്ല, കാരണം ഷുഗർ കട്ടാണ്, അതും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് ഞാൻ വെച്ചു. അതെന്താന്ന് വെച്ചാൽ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കപ്പ് കേക്ക്, മഫിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 8-8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. കാരണം ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ഇനി ഒരുപാട് സമയം വൈകി കഴിഞ്ഞാൽ 1 മണിയൊക്കെ ആവും നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഒരു 9:30 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ 3:30 വന്നു. 3:30 മുതൽക്ക് 9 മണി വരെ അവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.